1978 ഏപ്രിൽ 5-ാം തീയതി അടൂർ തട്ടയിൽ പുരാതന കത്തോലിക്ക കുടുംബമായ പകലോമറ്റത്തിൻ്റെ തായ് വഴിയായ വെല്ലിചാങ്ങ വീട്ടിൽ കുടുംബത്തിൽ കെ വർഗീസിൻ്റെയും മേരിക്കുട്ടി വർഗീസിൻ്റെയും 4 മക്കളിൽ മൂന്നാമനായി ഫാദർ ഗീവർഗീസ് വെല്ലിചാങ്ങ വീട്ടിൽ ജനിച്ചു. ബാല്യകാലം മുതൽക്കേ അസാമാന്യമായ ദൈവഭക്തിയും സഹജീവി സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു. തട്ട NSS സ്കൂളിൽ നിന്നും SSLC പൂർത്തിയാക്കിയതിനു ശേഷം പട്ടം സെന്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ ചേർന്ന് തന്റെ വൈദിക പഠനം ആരംഭിച്ചു. തുടർ പഠനത്തിനായി അദ്ദേഹം നാലാഞ്ചിറ സെന്റ് മേരീസ് മേജർ സെമിനാരിയിൽ ചേർന്നു. 2003 ഡിസംബർ 23-ന് ഭാഗ്യസ്മരണാർഹനും മലങ്കര കത്തോലിക്ക സഭയുടെ ആദ്യ കാതോലിക്ക ബാവയുമായ മോറൻമോർ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവയിൽ അദ്ദേഹം കർത്താവിൻ്റെ പ്രതിപുരുഷനായി അഭിഷിക്തനായി. വൈദിക പട്ടാഭിഷേകത്തിന് ശേഷം ഗീവർഗീസ് അച്ഛൻ കിഴക്കേ തെരുവ് ഹോളി ട്രിനിറ്റി ദേവാലയത്തിൻ്റെ സഹവികാരിയായി നിയമിതനായി. അതോടൊപ്പം തന്നെ കോട്ടയം സീറിയിൽ അദ്ദേഹം MA സിറിയക്ക് പഠിക്കുകയും ചെയ്തു. വൈദിക ശുശ്രൂഷയിൽ ജാഗരൂകനായിരുന്നതിനോടൊപ്പം തന്നെ പഠന മേഖലയിൽ തൻ്റെ സായുക്തമായ കഴിവ് അദ്ദേഹം തെളിയിച്ചു. ഇതിൻ്റെ ഫലമായി MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA സിറിയക്ക് 3-ാം റാങ്കോടെ പാസ്സായി. കർത്താവ് തൻ്റെ വിശ്വസ്ത ഭൃത്യനെ കൂടുതൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാനായി സഭാഭരണ ശിലാകേന്ദ്രമായ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും മാർ ഇവാനിയോസ് കോളേജിന് ബർസറായി നിയമിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ കർത്താവ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്തിനെന്ന് വിസ്മരിക്കാതെ ഒട്ടനവധി ഇടവകളിൽ ആത്മീയ ആചാര്യനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ തന്നെ അദ്ദേഹത്തെ കേരള യൂണിവേഴ്സിറ്റി സിറിയക് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ചെയർമാനായും നിയമിച്ചു. മാർ ഇവാനിയോസ് കോളേജിൻ്റെ ബർസാർ, സെൻറ് തോമസ് ഹോസ്റ്റലിൻ്റെ അസിസ്റ്റൻ്റ് വാർഡൻ, ബഹുമാനപ്പെട്ട ഗീവർഗീസ് വെല്ലിചാങ്ങ വീട്ടിലച്ഛൻ, നമുക്കെല്ലാവർക്കും വളരെ സ്നേഹവും സന്തോഷവും നൽകുന്ന ഒരു വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവരോടുമുള്ള ബന്ധം വളരെ ഹൃദ്യവും ഊഷ്മളവുമാണ്. അച്ഛനെ പരിചയപ്പെട്ടിട്ടുള്ള ആർക്കും ഇതേക്കുറിച്ച് വേറെ ഒരു അഭിപ്രായം പറയാനില്ല. അച്ഛൻ്റെ ഹോസ്റ്റലിലെ ശുശ്രൂഷ ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയും പുതിയ ഒരു സ്ഥലത്തേക്ക് അച്ഛൻ മാറുകയും കോളേജിലെ പ്രൊഫസർ എന്ന നിലയ്ക്കുള്ള അച്ഛൻ്റെ ശുശ്രൂഷ തുടരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനെക്കുറിച്ച് ഹോസ്റ്റലിലെ പ്രിയമുള്ള സുഹൃത്തുക്കൾ നല്ല വാക്ക് പറയുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ നിങ്ങളെല്ലാവരോടും ചേർന്ന് എൻ്റെ സ്നേഹവും എൻ്റെ സന്തോഷവും ബഹുമാനപ്പെട്ട അച്ഛനോടും നിങ്ങളോടും ഞാൻ അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ചാങ്ങവീട്ടിലച്ഛനെ പോലെയുള്ള സ്നേഹമുള്ള നല്ല വൈദികർ ഈ കാലഘട്ടത്തിന് ആവശ്യമാണ്. അച്ഛൻ എല്ലാ ദൈവ അനുഗ്രഹവും എല്ലാ ദൈവ നടത്തിപ്പും ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഹോസ്റ്റലിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയവും നേരുന്നു. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹവും നന്മയും നേരുന്നു. സന്തോഷപൂർവ്വം നിങ്ങളെ ദൈവം എപ്പോഴും കാത്ത് പരിപാലിക്കട്ടെ. അധികാരത്തിൻ്റെ ധാടിയും ഓടിയും ഇല്ലാതെ തന്നെ ഈ നല്ലിടയൻ തൻ്റെ ആടുകളെ നയിച്ചു. ലോഹ ഒരു തടസ്സമാകാതെ സ്നേഹത്തിലേക്കുള്ള വാതിലായി മാറി. പല പ്രശ്നങ്ങളെയും ചിരികൊണ്ട് നേരിട്ട് അവയെ പദ്ധതികളാക്കി അച്ഛൻ മാറ്റി. പ്രായഭേദമന്യേ എല്ലാവരോടും അച്ഛൻ സ്നേഹപൂർവ്വം ഇടപെടുകയും ജനഹൃദയങ്ങൾ കവർന്നു. ബഹുമാനപ്പെട്ട ഗീവർഗീസ് ചാങ്ങവീട്ടിലച്ഛൻ കഴിഞ്ഞ 7 വർഷത്തെ കോളേജിലെയും സെൻറ് തോമസ് ഹോസ്റ്റലിലെയും ശുശ്രൂഷ കഴിഞ്ഞിട്ട്
പുതിയൊരു ശുശ്രൂഷാ മേഖലയിലേക്ക് പോവുകയാണ്. അച്ഛനിവിടെ ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കും, പ്രത്യേകിച്ച് ഹോസ്റ്റൽ വാർഡൻ എന്ന നിലയിൽ ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ പോകുന്ന ഇടത്ത് ദൈവകൃപ സമൃദ്ധമായിട്ട് അച്ഛന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ നന്മകളും ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെയും പേരിൽ ഞാൻ നേരുകയും ചെയ്യുന്നു. ചാങ്ങവീട്ടിലച്ഛൻ ഈ ഹോസ്റ്റലിലും കോളേജിലും പ്രവർത്തിക്കുമ്പോൾ ഏത് സാഹചര്യങ്ങളിലും വളരെ സമഭാവന മനോഭാവത്തോടുകൂടി പ്രതികരിക്കുകയും വളരെ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്തു എന്നുള്ളതാണ്. ദേഷ്യപ്പെട്ടാലും ഇല്ലെങ്കിലും, ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ വന്നാലും ഇല്ലെങ്കിലും, അച്ഛൻ കാണിക്കുന്ന ശാന്തതയും അച്ഛൻ കാണിക്കുന്ന സന്തോഷവും, സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും അച്ഛൻ ചെയ്യുന്ന താല്പര്യവും വളരെ പ്രത്യേകതയുള്ളതാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ തൻ്റെ ശുശ്രൂഷ മേഖലകളിൽ യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കരുണയും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന രീതിയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നത് അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ്, മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. പ്രത്യേകിച്ച് ഹോസ്റ്റലിലെ പ്രത്യേക സാഹചര്യത്തിൽ ഹോസ്റ്റൽ വിദ്യാർത്ഥികളോട് ഒരു സ്നേഹിതനെ എന്ന പോലെ പെരുമാറുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അവരുടെ പഠനങ്ങൾക്കും വളർച്ചയ്ക്കും വേണ്ടുന്ന നന്മകളും കൊടുക്കാനുള്ള അച്ഛൻ്റെ തീക്ഷ്ണമായ ആഗ്രഹം ഈ ഹോസ്റ്റലിന് ഒരു വലിയ നന്മയായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, യഹോവ അവനോട് പറയുന്നത്, നീ ഒരനുഗ്രഹമാണ്, നിൻ്റെ കുടുംബത്തിനൊരനുഗ്രഹമാണ്, നിൻ്റെ നാടിനൊരനുഗ്രഹമാണ്, നീ എവിടെയെല്ലാം പോകുന്നോ അവിടെയൊക്കെ നീ ഒരനുഗ്രഹമായിരിക്കും. ബഹുമാനപ്പെട്ട ഗിവറീസ് ചാങ്ങവീട്ടിലച്ഛൻ എവിടെല്ലാം പോകുന്നുവോ അവിടെയൊക്കെ മനുഷ്യർക്ക് ഒരനുഗ്രഹമായിരിക്കും. അതിനുള്ള എല്ലാ ദൈവകൃപകളും ഞാൻ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ആശംസിക്കുകയും ഈ ഹോസ്റ്റലിൽ കഴിഞ്ഞ 7 വർഷമായി ചെയ്ത എല്ലാ ശുശ്രൂഷകൾക്കും ഹോസ്റ്റൽ കുട്ടികളുടെ പേരിൽ, എൻ്റെ പേരിൽ ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ 7 വർഷങ്ങളായി മാറിവനേസ് കോളേജിലെ ബർസാറായി ഉദാത്തമായ സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ഗീവറീസ് വലിയ ചാങ്ങവീട്ടിലച്ഛന് എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. കഴിഞ്ഞ 1 വർഷമായി പ്രിൻസിപ്പൽ എന്ന നിലയിൽ വളരെ വലിയ പിന്തുണയും സഹകരണവുമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ എനിക്ക് നൽകിയത്. ഏത് ആവശ്യഘട്ടങ്ങളിലും എന്നെ സഹായിക്കുവാൻ അദ്ദേഹം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഈ കോളേജിനും മലങ്കര കത്തോലിക്ക സഭയ്ക്കും അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഞങ്ങൾ വിലമതിക്കുന്നു. അതിനൊക്കെ നന്ദി പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കോളേജിലെ സിറിയക് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായും സെൻറ് തോമസ് ഹോസ്റ്റലിലെ വാർഡനായും അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗീവറീസ് വലിയ ചാങ്ങവീട്ടിലച്ഛൻ്റെ ഭാവി ജീവിതം ശോഭനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ പുരോഗമന ചിന്തയും സഹകരണ മനോഭാവവും അദ്ദേഹത്തെ മികവുറ്റ ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനാക്കി മാറ്റി. ഒരേ സമയം അധ്യാപകനായും വികാരിയായും വാർഡനായും ബർസാറുമായുമൊക്കെ അച്ഛൻ ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റി. ഗീവർഗീസ് ചാങ്ങവീട്ടിലച്ഛനെ കഴിഞ്ഞ ഒരു 22 വർഷമായിട്ട് എനിക്ക് വളരെ വ്യക്തിപരമായി നേരിട്ട് അറിയാം. ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും നിഷ്കളങ്കനും സത്യസന്ധനും പ്രാർത്ഥന അരൂപിയും ആടുകളോട് അടുത്ത ബന്ധവുമുള്ള ഏൽപ്പിക്കുന്ന ശുശ്രൂഷകളിൽ അങ്ങേയറ്റം വിശ്വസ്തനായ ഒരു നല്ല ഇടയനെയാണ് ബഹുമാനപ്പെട്ട അച്ഛനിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ,
അത് ഏത് തരത്തിലാകുമ്പോഴും ഏത് ത്യാഗസന്നദ്ധതയോടുകൂടി സഹായിക്കാൻ അച്ഛൻ കാണിക്കുന്ന ഔത്സുക്യം വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 5 വർഷം മാർ ഇവാനിയോസ് കോളേജിലെ ബർസാർ എന്ന നിലയിലും കോളേജ് ഹോസ്റ്റലിൻ്റെ വാർഡൻ എന്ന നിലയിലും ഒരു അധ്യാപകൻ എന്ന നിലയിലും ഏറ്റവും മാതൃകാപരമായ ശുശ്രൂഷയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ കോളേജിൽ. പ്രിയപ്പെട്ട ഗീവർഗീസ് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ മധുരിക്കുന്ന അനേകം ഓർമ്മകൾ മനസ്സിൽ ഉണരുകയാണ്. ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും സമചിത്തതയോടും സൗമ്യമായും ഫേസ് ചെയ്യുന്ന ഒരു പ്രത്യേക വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഒരു ജ്യേഷ്ഠൻ്റെ അടുക്കൽ എന്നതുപോലെ, ഒരു സുഹൃത്തിൻ്റെ അടുക്കൽ എന്നതുപോലെ കടന്നു ചെല്ലാൻ വളരെയേറെ സ്വാതന്ത്ര്യം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ചാങ്ങവീട്ടിലച്ഛൻ. അദ്ദേഹം ഈ ക്യാമ്പസും ഈ സെൻറ് തോമസ് ഹോസ്റ്റലുമൊക്കെ വിട്ടുപോകുന്നു എന്ന് പറയുന്നത് തീർച്ചയായും വേദനാജനകമായ കാര്യമാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പുതിയ നിയോഗത്തിന് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായി നേരുകയാണ്. തൻ്റെ ചുറ്റും ഊർജവും പ്രചോദനവും പ്രസരിപ്പിച്ച് അദ്ദേഹം യുവാക്കൾക്ക് നല്ല മാതൃകയായി. ഹോസ്റ്റലിൽ നല്ല ഭക്ഷണവും താമസ സൗകര്യങ്ങളും അച്ഛൻ ഉറപ്പുവരുത്തി. എല്ലാ വിശേഷ ദിവസങ്ങളും ആഘോഷിക്കുവാനുള്ള അനുവാദവും തന്നു. എല്ലാത്തിലുമുപരി ഹോസ്റ്റൽ അന്തേവാസികളുടെ എല്ലാ പരാതികളും ഗൗരവപൂർവ്വം പരിഗണിച്ച് ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടു. തുറന്ന മനോഭാവമുള്ള അച്ഛൻ തമാശകൾ ഇഷ്ടപ്പെടുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്തു. വലിയ ചാങ്ങവീട്ടിലച്ഛനെ കുറിച്ച് പറയാൻ ഒത്തിരി സന്തോഷമുണ്ട്. മനസ്സ് നിറയെ സ്നേഹവും ലാളിത്യവും നിറഞ്ഞ ഒരു വൈദികൻ. തൻ്റെ അടുത്ത് വരുന്ന ആരെയും വെറുപ്പിക്കാതെ അവരോട് ഇടപെടുവാനും സംസാരിക്കുവാനും സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ. നല്ല ഒരു കുടുംബത്തിൽ നിന്ന് വളരെ നല്ല ഒരു പുരോഹിതനായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ചാങ്ങവീട്ടിലച്ഛന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സൗമ്യതയുടെയും ശാന്തതയുടെയും പ്രതീകമായ മാർ ഇവാനിയോസ് കോളേജിൻ്റെ ഞങ്ങളുടെ സ്വന്തം ബർസാർ അച്ഛൻ ഗീവർഗീസ് വലിയ ചാങ്ങവീട്ടിലച്ഛൻ കഴിഞ്ഞ 6.5 വർഷമായി മാർ ഇവാനിയോസ് കോളേജിൻ്റെ മുക്കിലും മൂലയിലും തൂണിലും തുരുമ്പിലും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊരു സഹോദരനും മാർ ഇവാനിയോസ് കോളേജിലെ അധ്യാപകർക്ക് എന്നും എന്തിനും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സുഹൃത്തും വിദ്യാർത്ഥികൾക്ക് ഒരു ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 6.5 വർഷക്കാലത്തെ ബഹുമുഖമായ പ്രതിഭയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ നന്ദി അർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ പുതിയ മേഖലകൾക്ക്, പ്രവർത്തന മേഖലകൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യരെ പോലെ തന്നെ പ്രകൃതിയും അദ്ദേഹം സ്നേഹിച്ചു. കോളേജിലും ഹോസ്റ്റലിലുമായി ധാരാളം ചെടികളും വൃക്ഷങ്ങളും നട്ടുവളർത്താനും പരിപാലിക്കാനും അദ്ദേഹം ഏറെ ഉത്സാഹം കാട്ടി. ബൈബിൾ പറയുന്നുണ്ട്, ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നിൽക്കുന്ന നിലപാട് തറകളൊക്കെ സ്വന്തമാക്കാനായിട്ട് ഒരാൾക്ക് കഴിയുക അയാൾ ശാന്തത എന്ന പുണ്യം അഭിലഷിക്കുമ്പോഴാണ്. വലിയ ചാങ്ങവീട്ടിലച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ചിന്ത ഇതുതന്നെയാണ്. എപ്പോഴും നിലപാട് തറകളിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ, സഹ അധ്യാപകരുടെ മനസ്സിൽ, ബന്ധങ്ങളിലൊക്കെ ഈ ശാന്തത ആണ് അച്ഛനെ എന്ന് നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അച്ഛൻ കോളേജിലായിരുന്ന ഈ 7 വർഷങ്ങൾ അനേകരുടെ ജീവിതത്തിലേക്ക് ശാന്തതയുടെയും നന്മയുടെയും വിശുദ്ധിയുടെയും ഒക്കെ അനുഗ്രഹങ്ങൾ ചൊരിയാനായിട്ട് അച്ഛന് സാധിച്ചിരുന്നു. ആത്മാർത്ഥതയിൽ നിന്ന് ഉയരുന്ന ഒരു ബന്ധം, ആഴമേറിയ സ്നേഹത്തിൽ നിന്നുള്ളവാകുന്ന ഒരു ബന്ധം. അതുകൊണ്ട് യുവാക്കളെ കീഴടക്കുക. പലപ്പോഴും ഹോസ്റ്റലിൽ കുട്ടികളും വാർഡനും തമ്മിലുള്ളത് ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയാണെങ്കിൽ സെൻറ് തോമസിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആഴത്തിൽ അവർ ഒരു സ്വന്തം ജ്യേഷ്ഠനെ സ്നേഹിക്കുന്നത് പോലെ അച്ഛനെ സ്നേഹിക്കുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛന് എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ ഉയരങ്ങളിലെത്താൻ അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് ഇടമൊരുക്കാൻ
സ്വന്തം ഇടം കണ്ടെത്താൻ അച്ഛനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. മുഖമുദ്രയാക്കിയ, ലാളിത്യം ജീവിതചര്യയാക്കിയ ഒരു വൈദികൻ, അതാണ് ഫാദർ ഗീവർഗീസ് വലിയ ചാങ്ങുവീട്ടിൽ. കഴിഞ്ഞ 6 വർഷക്കാലമായി അച്ഛനുമായി അടുത്ത് സഹകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അച്ഛനെക്കുറിച്ച് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് നല്ല പാഠങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും യുവാക്കൾക്ക് ജീവിത മാതൃകയാക്കാൻ പറ്റിയ ഒരു ജീവിതമാണ് അച്ഛൻ്റേത്. നമ്മുടെ ഈ ക്യാമ്പസിൽ, പ്രത്യേകിച്ച് സെൻറ് തോമസ് ഹോസ്റ്റലിലെ ഓരോ വിദ്യാർത്ഥിയും അച്ഛൻ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമ്മളെ വളരെ കാർക്കശ്യത്തോടെ വഴക്ക് പറയുകയും തൊട്ടടുത്ത നിമിഷം വളരെ സ്നേഹത്തോടെ ചേർത്തണയ്ക്കുകയും ചെയ്യുന്നത്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് അച്ഛൻ. ബലിയാകുവാനും ബലിയേകുവാനും ദൈവം തിരഞ്ഞെടുത്ത നമ്മുടെ അച്ഛൻ പരമോന്നതങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും ആശംസകളും നേരുന്നു. പിതാക്കന്മാരുടെ കബറിടത്തിൽ നിന്നും ദിവസം തുടങ്ങുന്ന അച്ഛൻ ഹോസ്റ്റൽ ചാപ്പലിൽ കുർബാന അർപ്പിച്ചും ഉപസാരിപ്പിച്ചും ഉപദേശങ്ങൾ നൽകിയും അദ്ദേഹത്തിൻ്റെ ആത്മീയ വെളിച്ചം യുവാക്കളിലേക്ക് പകർന്നു. ബഹുമാനപ്പെട്ട ചാങ്ങവീട്ടിൽ അച്ഛനെ പറ്റി പറയുമ്പോൾ എപ്പോഴും കുറച്ച് നന്മകളല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ് സത്യം. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം ഈ ഹോസ്റ്റലിൽ എനിക്കൊരു വലിയ സന്തോഷമായിരുന്നു. ഒരു ഭവനത്തിലായിരിക്കുന്ന അന്തരീക്ഷം നൽകുവാനായിട്ട് അതിനെ ഒരുപാട് സഹായിച്ചിരുന്നു. ഹോസ്റ്റലിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അച്ഛനിവിടെ ഉണ്ട്, ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരികെ വന്നാലും അച്ഛനിവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത, അച്ഛൻ്റെ കൂടെ പുറത്തു പോകാം, അച്ഛനോടുകൂടെ സംസാരിക്കാം, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയാണ് പലപ്പോഴും എന്നെ ഇങ്ങോട്ട് കടന്നു വരുവാൻ പോലും ഈ നാളുകളിലൊക്കെ സഹായിച്ചു കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ നമ്മളെയൊക്കെ വിട്ട് ഇവിടെ നിന്ന് പോകുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയേറെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ ഇത്രയും ദിവസം അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ ഒരു നന്മ, അച്ഛനിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ഈ വലിയ സ്നേഹം, ഇത് മറ്റുള്ളവർക്കും നൽകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ പിടിച്ചു വയ്ക്കുവാനുള്ള അവകാശമൊന്നും നമുക്കില്ല. തീർച്ചയായിട്ടും അച്ഛൻ നമുക്ക് നൽകിയ ഈ വലിയ നന്മകളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാം. അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിച്ച ഈ നന്മകളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്കും പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം അച്ഛൻ പോകുന്ന സ്ഥലങ്ങളിൽ ദൈവസ്നേഹം അച്ഛൻ്റെ ജീവിതത്തിലൂടെ ഒരുപാട് മറ്റു മനുഷ്യരൊക്കെ അറിയുന്നതിന് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്യാം. അച്ഛന് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവനാമത്തിൽ ഈ സമയത്ത് അർപ്പിച്ചുകൊള്ളും. കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുത്തുച്ചിപ്പികൾ വാരിയെടുത്ത് തീരത്ത് വിതറിയ ശേഷം തിരികെ പോകുന്ന തിരമാലയോട് പോകരുതേ എന്ന് പറയാൻ നമുക്കാവില്ല. ആധ്യാത്മികതയുടെ ആഴങ്ങളിൽ നിന്ന് മുങ്ങിത്തപ്പിയെടുത്ത അറിവിൻ്റെ പവിഴമുത്തുകൾ ഈ മാർ ഇവാനിയോസ് വിദ്യാനഗറിൽ വാരി വിതറി അനേകം ഹൃദയങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ ഞങ്ങളുടെ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട ഗീവർഗീസ് വലിയ ചാങ്ങവീട്ടിൽ അച്ഛന് സാധിച്ചുവെന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. അൽഫോൺസ ഹോസ്റ്റലിലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛന് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. ഏത് കാര്യം എപ്പോൾ ചോദിച്ചാലും അത് നടത്തിത്തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്ന, ഓടിയെത്തുന്ന ഞങ്ങളുടെ ചാങ്ങവീട്ടിലച്ഛൻ. ഏതാവശ്യം ചോദിച്ചാലും ഒരിക്കലും അച്ഛൻ നോ പറഞ്ഞിട്ടില്ല. അത് അച്ഛൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട്, ദൈവം കൊടുത്ത ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. അച്ഛൻ്റെ പുതിയ മേച്ചിൽ സ്ഥലം അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങളുടെ ഈ അൽഫോൻസ ഹോസ്റ്റലിലെ ഞങ്ങളെല്ലാവരും അച്ഛന് എല്ലാവിധ പ്രാർത്ഥനാ സഹായങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. മാതൃകായോഗ്യനായ ഈ വ്യക്തിയെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ കണ്ടുമുട്ടിയത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. നിഷ്കളങ്കമായി പുഞ്ചിരി തൂകി നിൽക്കുന്ന അച്ഛൻ്റെ ചിത്രം ഒളിമങ്ങാതെ ഞങ്ങളുടെ ഓർമ്മച്ചപ്പിൽ കാത്തു സൂക്ഷിക്കും.